തുടർച്ചയായുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. നിരന്തരമായ വിമർശനത്തിന് പിന്നിൽ കോൺഗ്രസ് വിരുദ്ധതയാണ് എന്നും അല്ല BJP വോട്ട് ലക്ഷ്യമിട്ടാണെന്നും വിശകലനവും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ 3 മുന്നണികളെയും ലക്ഷ്യമിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചു വിടുകയായിരുന്നുവെന്നും ശിവഗിരി മഠത്തിന് നേരെ അതിക്രമമുണ്ടായപ്പോൾ ഒരാളെയും കണ്ടില്ല എന്നും SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രസ്താവന ഇപ്പോൾ ചർച്ചയാവുകയാണ്. മതം പ്രസംഗിച്ചവർ കേമന്മാരും മതേതരത്വം പ്രസംഗിച്ചവർ തൊഴിലുറപ്പുകാരുമായി എന്നും മതം പറഞ്ഞവർ സംഘടിതരും വോട്ട് ബാങ്കുമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. രാജ്യത്ത് ക്രൈസ്തവർ 2.5% ഉള്ളുവെങ്കിലും അവർ സംഘടിതരും വോട്ട് ബാങ്കുമാണെന്ന് തെളിഞ്ഞു. കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ BJPക്കാർ വരെ ഓട്ടമായിരുന്നു. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ഛത്തീസ്ഗഡിലേക്ക് കത്തിച്ചു വിടുകയുമായിരുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളും സംവാദങ്ങളും കണ്ടാൽ 3ാം ലോക മഹായുദ്ധം നടക്കുകയാണെന്ന് തോന്നും. ശിവഗിരി മഠത്തിന് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ഒരാളെയും കണ്ടില്ല. സമുദായത്തിന്റെ വോട്ടിന് വിലയുണ്ടെന്ന് തെളിയിക്കണം. വേലി കെട്ടിയാൽ പോരാ, ഉണ്ണാനും കഴിയണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ മുസ്ലിം ലീഗ് കാണിച്ച വിവേചനത്തിനെതിരെയാണ് നിലമ്പൂരിൽ പ്രസംഗിച്ചത്. തന്റെ സമുദായത്തിന് അർഹതപ്പെട്ട അവകാശങ്ങളാണ് ചോദിച്ചത്. ഇത് പറഞ്ഞപ്പോൾ മതവിദ്വേഷം പടർത്തുന്നയാളാക്കി. ക്ഷേത്രപ്രവേശനവും സംവരണവും നേടിയെടുത്തതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കൂട്ടായ പരിശ്രമം വേണം. രാഷ്ട്രീയ തടവറയിൽ കിടക്കാതെ പോരാടണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. 2005 മുതലാണ് വർഗീയ ആക്ഷേപ പരാമർശങ്ങളുമായി വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന കോൺഗ്രസിനെയും നേതൃത്വത്തെയും ആദ്യം മുതൽ കടന്നാക്രമിക്കാൻ തുടങ്ങിയത്. പല കാലങ്ങളിൽ പല നേതാക്കളും വെള്ളാപ്പള്ളിയുടെ ആഭാസകരവും അധിക്ഷേപാർഹവുമായ ആക്രമണത്തിന് ഇരയായിട്ടുമുണ്ട്. CPM BJP കൂട്ടുകെട്ടിന്റെ ആണിക്കല്ലായി പ്രവർത്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവെന്ന മഹാൻ പടുത്തുയർത്തിയ SNDP എന്ന എക്കാലത്തെയും സെക്യുലർ മുഖമുള്ള പ്രസ്ഥാനത്തിന് അപമാനമാണെന്നും കോൺഗ്രസിൽ നിന്ന് നിരന്തരം വിമർശനവും ഉയർന്നു വന്നിരുന്നു. സമീപകാലത്തായി കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വിമർശനം ഉയർത്തുകയും അതേസമയം തന്നെ BJPയെയും CPMനെയും പുകഴ്ത്തുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു മുന്നിൽ. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ BJP ക്രൈസ്തവ സാഹോദര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന് എതിർക്കാനെന്നോണം വെള്ളാപ്പള്ളി തൊടുക്കുന്ന അമ്പുകൾ BJPക്ക് ഗുണവുമാണ്. വെള്ളാപ്പള്ളിയെ എതിർത്താണെങ്കിലും ക്രൈസ്തവ സ്നേഹം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് BJPക്ക് അനുകൂലമാകുന്ന മറുവശം.